السلام عليكم ورحمة الله. إفادة حديث كلاس 4. عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم من يريد الله به خيرا يصيب منه رواه الإمام البخاري رضي الله عنه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നു, ആരെക്കൊണ്ടെങ്കിലും അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചെങ്കിൽ യുസിബ് മിൻഹു അവനുകു അള്ളാഹു താല മുസീബത്തിറക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസായിട്ടിരിക്കും. അപ്പോൾ ഒരാൾക്ക് മുസീബത്ത് വരുമ്പോൾ, ബേജാറ് വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ ಅದರರ್ಥ ಅವನಿಗೆ ಅಲ್ಲಾಹು ಖೈರ್ ಉದ್ದೇಶಿಸಿನಾಂಡೈಟಿಕ್. അതുകൊണ്ട് മുസീബത്ത് വരുമ്പോൾ, ദുഃഖ വരുമ്പോൾ ടെൻഷൻ ആവാണ്ട് നക്കെന്ത അള്ളാഹു രോഗത്തണ്ട് നക്കെന്ത ബേജാറ് തന്നെ എന്ന് ചൊന്നിട്ട് ഒരു പൊരുതികേടാവാണ്ട് അതിനെ സ്വീകരിച്ചിട്ട് ക്ഷമിക്കണമെങ്കത്തെ നല്ല മനോഭാവം വേണം. അതിൽ ചെമ്മ പ്രതിഫല അള്ളാഹു തണ്ടാന്ന് ചൊന്നിട്ടു ഹദീസിൽ പഠിപ്പാട്ട്. ഒരു മുഅ്മിനായ ആളുകൾ ഒരു മുള്ളു തറച്ചെങ്ക് വരെ അതിൽ പ്രതിഫലം ഉണ്ടു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പഠിപ്പാട്ട്. ಅವನಿಗೆ ಎಂದ್ರೆ ಟೆನ್ಷನ್ ಎಂದ್ರೆ ಬೇಜಾರು ಬಂದಂಗೆ ಏದುವರೆ ಹತ್ತ ಶೌಕತ್ತು ಯುಸಾಕು ಅಂತ ಅವನಿಗೂ ತರಕಡೆ ಮುಳ್ಳು, ಆ ಮುಳ್ಳು ತರಚೆಂಗ್ ವರೆ ಅವನಿಗೂ ಬೆಳಿಯ ಪ್ರತಿಫಲ കിട്ടും നബി തങ്ങ പഠിപ്പാട്ട്. അപ്പോൾ രോഗം വന്നപ്പോൾ ചെമ്മ ಬೇಜಾರಾಗೋತೀರಾ, അതിൽ ക്ഷമിക്കണമെങ്കത്തെ നല്ല ഒരു അവസ്ഥ നമുക്കുണ്ടാവണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നൊരു മുഅ്മിനായ ആളുകൾ അവൻ്റെ ശരീരത്തിൽ, അവൻ്റെ സമ്പത്തിൽ, അവൻ്റെ മക്കളിലെല്ലാം മുസീബത്ത് ചിലപ്പോൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ വന്നതിൻ്റെ പേരിൽ അവന് ക്ഷമിച്ചെങ്കിൽ അവൻ്റെ ദോഷത്തെ അള്ളാഹു പുറത്തു കൊടുക്കുവാണ്ട്. ഏതുവരെ അങ്ക് മഹത്വം ഉണ്ടു ചൊന്നെങ്കിൽ ഖിയാമത്ത് നാളിൽ അള്ളാഹുടെ മുന്നിൽ വന്നപ്പോൾ ദുനിയാവിൽ ബലാ മുസീബത്ത് ഉണ്ടായ ആൾമാർക്ക് വലിയ പ്രതിഫലം കിട്ടുമ്പോൾ, ആ ആൾമാർക്ക് വലിയ പ്രതിഫലം കിട്ടുമ്പോൾ ദുനിയാവിൽ ആഫിയത്തിന്നെങ്കത്തെ ആരോഗ്യത്തിന്നെങ്കത്തെ ആൾമാർ കൊതിച്ചു പോവാറുള്ള ലൗ അന്ന ജുലൂദഹും കാനത്ത് ഖുരിളത് ഫി ദുനിയാ ബിൽ മഖാരിബ്. അങ്ങ് അത്ര വലിയ പ്രതിഫലം കിട്ടിയിട്ടല്ലേ ഞങ്ങളെ തോളു ദുനിയാവിൽ കത്തരി കൊണ്ട് മുറിച്ചിട്ട് പീസ് പീസാക്കിയെങ്കിൽ എത്ര നല്ല ഇൻത്ത് അങ്ങനത്തെ മുസീബത്ത് ഞങ്ങൾക്ക് വന്നിരെങ്കിൽ ഇണ്ട് അങ്ക് കിട്ടിയ പോലത്തെ പ്രതിഫല ഞങ്ങൾക്കും കിട്ടത്ത്, ഞങ്ങൾക്കത് ഇല്ലാതായി പോയിത്തല്ലേ എന്ന് ചൊന്ന ബേജാറ് അങ്കും ഉണ്ടാവും ചൊന്നിട്ടു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ട്. അപ്പോൾ അതുകൊണ്ട് മുസീബത്ത് വന്നപ്പോൾ അതിൽ ആദ്യഘട്ടത്തിലെ ക്ഷമിക്കണമെങ്കത്തെ ഒരു മനോഭാവം, ഒരു അവസ്ഥ ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട ഒരാൾ വന്നിട്ട് ചൊന്തു, നബിയെ, പിന്നെ ഞാനൊരു മങ്ങിലായ ഒരു പെണ്ണിടെ കെട്ടിയ അവൾക്ക് ഇണ്ടുത്തോള മങ്ങിലായിട്ട് ഇണ്ടുത്തോള ഒരു രോഗം പോലും അവൾക്ക് വന്നിട്ടില്ല, ഒരു ചെറിയ തലകുത്ത് പോലും അവൾക്ക് ഇല്ലാണ്ട്. അപ്പം നബി തങ്ങ ചൊന്ന മറുപടി എന്തിനാ കൊണ്ടുണ്ട മിഷ്കാത്തില ഹദീസ് കാണ്ട് നബി തങ്ങ ചൊന്തു, ത്വല്ലിഖ്ഹ, നീ അവളുടെ ത്വലാക്ക് ചൊല്ലണു, ഫഇന്നഹ ലാ ഖൈറ ഫിഹ, നിക്ക് അവളിൽ യാതൊരു ഖൈറും ഇല്ലാണ്ട്. അപ്പോൾ പെഞ്ഞായിമാർക്ക് അല്ലെങ്കിൽ മക്കൾക്ക് തലകുത്ത് വരുമ്പോൾ, അങ്ക് പനി വരുമ്പോൾ അതിൻ്റെ പേരിൽ ദുഃഖാക്കു തീരാ, അതിൻ്റെ പേരിൽ ടെൻഷനാകു തീരാണ്ട ഈ ഹദീസിലെല്ലാം പഠിപ്പാട്ട്. തലകുത്ത് വരാത്ത പെഞ്ഞായിൽ ഒരു ഖൈറും ഇല്ലാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പഠിപ്പാട്ട്. അതുകൊണ്ട് രോഗം വന്നുകൊണ്ടിരിക്കണു, രോഗം വന്നെങ്കിൽ ಅದಕ್ಕೆ ചെമ്മ പ്രതിഫലം ഉണ്ടു. അങ്ങനത്തെ ചെമ്മ ഹദീസ് നമുക്ക് കാണുക സാധ്യമാവുള്ളൂ. ഒരാൾക്ക് ഒരു രോഗം വന്നിട്ട് പിന്നെ അള്ളാഹു അവനക്ക് ആഫിയത്ത് കൊടുത്തെങ്കിൽ അവൻ്റെ ദോഷമെല്ലാം പുറത്തു കിട്ടു, ഭവിഷ്യത്തിൽ അവനക്ക് നല്ല ഒരു രൂപത്തിൽ ജീവിക്കുക അത് കാരണമാവും. അതേ സമയത്ത് പിന്നെ രോഗം വന്നിട്ട് അവന് മരിച്ചു പോയെങ്കിൽ അവനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദോഷത്തെ അള്ളാഹു താല പുറത്തു കൊടുക്കുക. അങ്ങനെ ചെമ്മ ഹദീസിൽ നമുക്ക് കാണുക സാധ്യമാവുള്ളൂ. നബി തങ്ങളെ മുട്ട ഒരാൾ വന്ന് ചൊന്തു, നബിയെ, എന്തിന് രോഗ നക്ക് ഒരു രോഗം ഇണ്ട് തോല വന്നിട്ടില്ല എന്ന് വലിയൊരു പവറിൽ ചൊന്നപ്പോൾ ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസ് നബി തങ്ങ അപ്പ ചൊന്ന മറുപടി എന്തിനാ കൊണ്ടുണ്ട, കും അന്ന ഫലസ്തമിന്ന, കും അന്ന ഫലസ്തമിന്ന, നീ ഇവിടെ എണിച്ചിട്ട് പോണു, നീ ഞങ്ങളിൽ പെട്ട ആളല്ല. ഞങ്ങളിൽ പെട്ട ആള് നിന്റെ സമൂഹത്ത് ആൾമാർ, നിന്റെ ഉമ്മത്തിങ്ങളെ പ്രത്യേകത, അങ്ക് രോഗ വരൂ, അങ്ക് വലിയ മുസീബത്തുണ്ടാവൂ. അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ ഉണ്ടല്ലേ, ദുനിയാവും ചൊല്ലത് മുഅ്മിനായ ആൾ ഒരു ജയിൽ പോലെ, അവനക്ക് എപ്പോഴും റാഹത്തിക്കര, എപ്പോഴും വലിയ സന്തോഷിക്കര. ഒരു മുഅ്മിൻ അൽ മുഅ്മിൻ ഒക്കെ ഉണ്ടായെങ്കിൽ, യഥാർത്ഥ മുഅ്മിൻ ഒക്കെ ഉണ്ടായെങ്കിൽ അവനക്ക് ദുഃഖ ബേജാറ് മുസീബത്തെല്ലാം ഉണ്ടായോണ്ടേക്കും. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസീബത്ത് കിട്ടിയ ആൾമാരാണ് അംബിയാ. മുസീബത്തുണ്ടാവൽ ഖൈർ അല്ലാണ്ടായെങ്കിൽ അംബിയാഗ് മുസീബത്തുണ്ടാവുക തീറ. അസദ്ദുന്നാസി ബല എന്നല്ല അംബിയാ ചൊന്നിട്ട് നബി തങ്ങമേ ഹദീസിൽ പഠിപ്പാട്ട്. ഏറ്റവും വലിയ ബലാഗ് കിട്ടിയ ആൾമാർ അംബിയാഗ്, പിന്നെ അംബിയാടൊട്ടിಗೆ പിന്നെ സ്ഥാനത്തിലടുത്തങ്ങ ഉലമാവ്. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇണ്ട് തോലത്തെ ഉലമാക്കളെ സയ്യിദന്മാരെ ചരിത്രം എടുത്തു നോക്കിയെങ്കിൽ സുബ്ഹാനല്ലാഹ്, മൻ യുരിദില്ലാഹു ഖൈറൻ മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബ് മിൻഹു ചൊല്ല ആ ഹദീസിലെ അൻവർത്തായിട്ടിക്കട് ചൊന്നെങ്കിൽ മുസീബത്ത് കിട്ടാത്ത ആലിമീങ്ങ തങ്ങന്മാർ അംബിയ എവിടെയുമില്ല.
നബിമാരെ വരെ അർത്ഥങ്ങ നബിമാരെ വരെ ഉപ്പതരാക്കിയ ആൾമാരുള്ളാർ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശക്തമായി ബുദ്ധിമുട്ടാക്കിക്കത്ത നായക്കന്മാർ അണ്ട് മുശ്രിക്കീങ്ങൾ ഇന്നാർ. മൊത്തത്തിൽ എല്ലാ സ്വാലിഹീങ്ങൾക്കും മുസീബത്തുണ്ടായിരുന്നു. ഞങ്ങളുടെ മദ്ഹബിടെ 4 ഇമാമീങ്ങ, ഇമാം അബു ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹും ഈ 4 ഇമാമീങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അബു ഹനീഫ ഇമാമുടെ ജയിലിലിട്ടാറ്. ആ അബു ഹനീഫ ഇമാം ലോകത്ത് എത്ര പ്രസിദ്ധനായ എത്ര വലിയ ആളായിട്ടുണ്ട്, പക്ഷേ അയാൾക്ക് ജയിലിലിട്ടിട്ട് ബുദ്ധിമുട്ടാക്കിയാറ്. ഒരു റിപ്പോർട്ട് പ്രകാരം അയാൾ ജയിലിലെ സുജൂദിൽ കിടന്നിട്ട് മരിച്ചിട്ടുണ്ടാ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വലിയ ബല ഇന്ത് ബാസൂർ ചൊല്ല രോഗം ഇന്ത് ബാസൂർ മൂലക്കുറിച്ചുള്ള രോഗത്തിൽ നടന്നുകൊണ്ട് പോകുമ്പോൾ ചോര ഇങ്ങനെ എത്തിക്കൊണ്ടിന്ത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അടികിട്ടിയത്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അടികിട്ടി. ഇങ്ങനെ തുടങ്ങി ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ സ്വാലിഹീങ്ങൾക്ക് വലിയ മുസീബത്തെല്ലാം എത്തിയത്. അപ്പോൾ അതിനർത്ഥം അങ്ങളെ കൊണ്ട് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടാണ്ട. അപ്പം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഞാൻ ഫസ്റ്റ് ഓതിയ മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബ് മിൻഹു ചൊല്ല ഹദീസ് എപ്പോഴും നമുക്ക് നെനപ്പ് വേണു. ചെറിയ ഹദീസ്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബ് മിൻഹു. ഒരാൾക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാണ്ടായെങ്കിൽ അവനുക്ക് അള്ളാഹു മുസീബത്ത് കൊടുക്കുവാൻ ചെന്നിട്ടു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിട്ട്. അതുകൊണ്ട് മുഅ്മിനായ ഒരു വ്യക്തിക്ക് മുസീബത്ത് വരുമ്പോൾ അള്ളാഹു അവൻ്റെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചിര. അത് കാരണമായി അവനുക്ക് മഹാന്മാരൊട്ടിಗೆ സ്വാലിഹീങ്ങളൊട്ടിಗೆ സ്വർഗത്തുക്ക് പോകുന്നു സാധ്യവും ചൊല്ലെങ്കിക്കെതിരെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമായിട്ടിക്കട് മുസീബത്ത് ബലാ ಎಲ್ಲ. അപ്പോൾ അതിൻ്റെ പേരിൽ ക്ഷമിക്കൂ നമുക്ക് സാധ്യമാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.